أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد سيد الأولين والآخرين وعلى آله وصحابه وأتباعه إلى يوم الدين أما بعد سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശമായിലിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശമായിലുൽ മുഹമ്മദിയ എന്ന കിതാബിൽ പറയുന്ന അടുത്ത അധ്യായം, അടുത്ത ബാബ് മാ ജാഅ ഫീ ഖുലുഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് വന്ന ഹദീസുകളാണ്. നബിയുടെ സ്വഭാവത്തെ സംബന്ധിച്ചുള്ള ഏകദേശ ചിത്രം നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞു വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തീർച്ചയായും നബിയെ താങ്കൾ വളരെ ഉന്നതമായ, വളരെ ഗൗരവ തരത്തിലുള്ള അല്ലെങ്കിൽ വളരെ ഗംഭീരമായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയുടെ സ്വഭാവം എന്നാൽ ഖുർആൻ തന്നെയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ആയിഷ ബീവി പറഞ്ഞു. അപ്പോ മാത്രമല്ല, നബിയെ സംബന്ധിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞ അധ്യായങ്ങളിലൊക്കെ തന്നെയും നമുക്ക് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ കേൾക്കാൻ, മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ് നബിയുടെ സ്വഭാവത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ഈ ലോകത്ത് ഏറ്റവും ഉന്നതമായ സ്വഭാവം, ഏറ്റവും സംശുദ്ധമായ സ്വഭാവം പുലർത്തിയ ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു ഈ ബാബിൽ മഹാനായ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ധാരാളം ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിലെ ഏറ്റവും ഒന്നാമത്തെ ഹദീസ് മഹാനായ സുലൈമാൻ ബിൻ ഖാരിജ റളിയല്ലാഹു അൻഹു ഖാരിജ ബിൻ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ദഖല നഫറുൻ, ഒരു കൂട്ടം ആൾക്കാർ കടന്നു വന്നു അലാ സെയ്ദ് ബിൻ സാബിത്ത്, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക്. ഇത് പറയുന്നത് ഖാരിജ ബിൻ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അദ്ദേഹമാണ് പറയുന്നത്. അതായത് ഖാരിജ ബിൻ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഖാരിജയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്, ഒരിക്കൽ ഒരു കൂട്ടം ആൾക്കാർ തന്റെ വാപ്പാനെ കാണാൻ വേണ്ടി വന്നു. തന്റെ വാപ്പ വളരെ പ്രധാനിയായ ഒരു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ പേര് സെയ്ദ് ബിൻ സാബിത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തുമ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് ഒരു യതീം കുട്ടിയായിരുന്നു. മദീനയിൽ ഔസ് ഖസ്റജ് ഗോത്രക്കാർക്കിടയിൽ നടന്ന രക്തരൂക്ഷിതമായ ഒരു വിപ്ലവമായിരുന്നു, ഒരു യുദ്ധമായിരുന്നു ബുആത്ത് യുദ്ധം. ആ യുദ്ധത്തിൽ സെയ്ദ് ബിൻ സാബിത്തിന്റെ പിതാവ് സാബിത്ത് എന്നവർ മരണപ്പെട്ടു പോയി. നബി വരുമ്പോൾ അനാഥയായിരുന്നു അദ്ദേഹം. നബി വരുമ്പോൾ അദ്ദേഹത്തിന് 11 വയസ്സ് പോലും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ ഇസ്ലാം മതം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന് പ്രത്യേക ബർക്കത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. ആ ഐശ്വര്യവും ബർക്കത്തും ഒക്കെ എല്ലാ കാലവും അവരുടെ കുടുംബത്തിൽ പിന്നീട് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആദ്യമായി യുദ്ധത്തിന് പോയത് ബദർ യുദ്ധത്തിലേക്കായിരുന്നു.
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, നിനക്കൊന്നും യുദ്ധം ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. പ്രായം കൊണ്ടും ശരീരം കൊണ്ടും പോരാത്ത ആളായിരുന്നു സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് വല്ലാത്ത ഒരു വേദന ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ ചില കുട്ടികൾ കുറെ കുട്ടികൾ വന്നിരുന്നു. അവരിൽ ചില ആൾക്കാരൊക്കെ പറഞ്ഞു, അല്ല ഞാൻ ഭയങ്കര മിടുക്കനാണെന്ന് പറഞ്ഞു. അപ്പൊ നബി അവരെ കൊണ്ടൊക്കെ ഒന്ന് ഏറ്റുമുട്ടി നോക്കിയൊക്കെ ചെയ്ത് പരിശോധിച്ചൊക്കെ ഉറപ്പുവരുത്തി ടെസ്റ്റ് ചെയ്തിട്ട് അവരൊക്കെ യുദ്ധത്തിന് പരിഗണിക്കുകയുണ്ടായി പലരെയും. അതൊക്കെ കഴിഞ്ഞപ്പോഴും അവസാന റൗണ്ടിൽ 6 ആൾക്കാരുണ്ടായിരുന്നു. ആ 6 ആൾക്കാർ അവരോട് നബി പറഞ്ഞു, നിങ്ങൾ 6 ആൾക്കാർക്കും എന്താണെങ്കിലും ശരി, നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ യുദ്ധത്തിനുള്ള പ്രായമായിട്ടില്ല എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിലുണ്ടായിരുന്നു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അതിലുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അടുത്ത യുദ്ധത്തിൽ പങ്കെടുക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അടുത്ത യുദ്ധം എന്ന് പറയുന്നത് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ഖന്തഖ് യുദ്ധത്തുമായിരുന്നു ആദ്യം. ഹിജ്റ 5-ാം വർഷം നിന്ന ഖന്തഖ് യുദ്ധത്തിലാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തത്. സെയ്ദ് ഇബ്നു സാബിത്ത് സമർത്ഥനായ ഒരു കുട്ടിയായിരുന്നു, വളരെ സാമർഥ്യമുള്ള ഒരു കുട്ടിയായിരുന്നു, അതീവ ബുദ്ധിമാനായിരുന്നു, നല്ല ഓർമ്മശക്തിയായിരുന്നു. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എപ്പോഴും ഇരിക്കുകയും നബി ഓതിക്കൊടുക്കുന്ന ഖുർആന്റെയും അതുപോലെ തന്നെ നബിയുടെ ഉപദേശങ്ങളൊക്കെ മനഃപ്പാഠമാക്കുകയും ചെയ്യുന്നതിൽ വലിയ മിടുക്ക് കാണിച്ച സഹാബിയാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. കുറച്ചങ്ങോട്ട് വലുതായപ്പോൾ എന്തായെന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഒരു ഉദ്യോഗം നൽകി. എന്താ ഉദ്യോഗം? വഹയി വരുമ്പോ അത് എഴുതി വെക്കുക എന്നുള്ളത് വലിയ ഉദ്യോഗമായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഉദ്യോഗം ലഭിച്ചു സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിലേക്ക്. അതുകൊണ്ട് തന്നെ സെയ്ദ് ഇബ്നു സാബിത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ വഹയുമായി ബന്ധപ്പെട്ടതാണ്. നബിയുടെ ഒപ്പം മാത്രമുള്ള ജീവിതമാണ്. ഇത്രയും ശ്രേഷ്ഠമായ ജീവിതമായിരുന്നു അദ്ദേഹം. മാത്രമല്ല വ്യത്യസ്ത ഭാഷകൾ പഠിക്കാനുള്ള വലിയ മിടുക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞു, നീ ജൂതന്മാരെ ഭാഷ എന്ന് പഠിക്കണം. അബിരി ഭാഷ, അവരുടെ ഭാഷയുടെ പേര് അബിരി ഭാഷ, അത് പഠിക്കണം. അവര് നമ്മുടെ അടികളിൽ നിന്നാണ് എന്തൊക്കെയാണ് നമുക്കെതിരെ പറയുന്നത്, നമ്മൾക്കെതിരെ അവർ എന്തൊക്കെ നീക്കങ്ങളാണ് നടത്തുന്നത്, ഇതൊന്നും നമുക്ക് വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പോലെ ഭാഷ അറിയാത്തത്. അതുകൊണ്ട് നീ അത് പഠിക്കണം എന്ന് പറയുകയും അരമാസത്തിനുള്ളിൽ 15 ദിവസത്തിനുള്ളിൽ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അബിരി ഭാഷ പഠിക്കുകയും ചെയ്തു എന്നാണ്. ആ കാലഘട്ടത്തിൽ പഠിക്കാനുള്ള 2ാമത്തെ ഭാഷ മാത്രമാണ്, വേറെ ഭാഷകളൊന്നും വ്യാപകമായി ഇല്ല, അറബി അല്ലാതെ മറ്റു ഭാഷകളൊന്നുമില്ല. പിന്നീട് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജൂതന്മാർ അവരുടെ ഭാഷയിൽ കത്തെഴുതിയാൽ നബി അതിന് മറുപടി അയക്കാറുണ്ടായിരുന്നത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സഹായത്തോടു കൂടി അവരുടെ ഭാഷയിൽ തന്നെയായിരുന്നു എന്നാണ്. അവരുടെ കത്തും മറ്റുമൊക്കെ വരുമ്പോൾ അത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വായിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കുകയും, വഹി എപ്പോഴാ വരികയെന്നൊന്നും അറിയില്ലല്ലോ, അതിന് പ്രത്യേക ടൈം ടേബിൾ ഒന്നുമില്ല. അപ്പൊ എപ്പോഴും നബിന്റെ ഒപ്പമുണ്ട്. വഹി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അപ്പൊ തന്നെ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുക്കും. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അത് രേഖപ്പെടുത്തി വെക്കും. അതുകൊണ്ട് നബിയോടൊപ്പമുള്ള ജീവിതം ഒന്ന്, അതിലൂടെ നബിയോടുള്ള ഒരു വലിയ സുഹബത്ത്, വലിയ ഒരു സഹവാസം സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായി. രണ്ടാമത്തേത് ഖുർആൻ എഴുതലാ പണി. ഇത് എപ്പോഴും എഴുതാൻ അങ്ങനെ പെന്നും കള്ളാസൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ എഴുതിയേക്കാരും ചിലപ്പോഴൊക്കെ മനപ്പാടാക്കിയേക്കാരും. അതുകൊണ്ട് ഇസ്ലാമിൽ ആദ്യമായി സ്ഥാനം പിടിച്ച ഹാഫിളീങ്ങളുടെ കൂട്ടത്തിൽ ഒരു പേര് മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇത്ര ആൾക്കാർക്ക് മാത്രമാണ് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ മനഃപ്പാഠമുള്ളത്. അതിലൊരാളാവാനുള്ള ഭാഗ്യം സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട വർഷം ഹിജ്റ 11-ാം വർഷത്തിൽ
സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നബിക്ക് 2 പ്രാവശ്യം ഓതി കൊടുക്കുകയുണ്ടായി, ഉറപ്പുവരുത്തി എന്നർത്ഥം. കാരണം എന്താ, ഖുർആൻ നമ്മുടെ കയ്യിലുള്ള ദിവ്യഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം വന്ന വഴി എത്രമാത്രം ശരിയായതായിരുന്നു, എത്രമാത്രം സൂക്ഷ്മതയുള്ള ആൾക്കാരാണ് അത് കൊണ്ടു നടന്നിട്ടുള്ളത്, കൈമാറിയിട്ടുള്ളത് എന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുർത്തദ്ദുകളുമായി യുദ്ധത്തിൽ ധാരാളം ഖുർആൻ മനപ്പാഠം ഉണ്ടായിരുന്നവർ മരണപ്പെട്ടു. ഖുർആൻ മുഴുവൻ മനപ്പാടമുള്ളവരല്ല, ഖുർആനിന്റെ പല ഭാഗങ്ങളും മനപ്പാടമുള്ളവർ. ഈ അപകടം ആദ്യമായി കണ്ട് മനസ്സിലാക്കിയ ആൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നമ്മൾ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തില്ലെങ്കിൽ നമ്മൾ ആകെ വിഷമിച്ചു പോകും. ഖുർആനൊക്കെ മനപ്പാടമുള്ള ആൾക്കാരൊക്കെ പാടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ ഖുർആൻ കിട്ടാൻ എന്ന് പറഞ്ഞു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കുറച്ചൊന്ന് ആലോചിച്ചതിന് ശേഷം അവസാനം സമ്മതിച്ചു. അപ്പൊ പക്ഷെ ഇനി ആരാണ് ഇതിനുള്ളത്, ഇത് എഴുതണമെങ്കിൽ ഇത് പല സ്ഥലത്തുമാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഇത് എഴുതാൻ മാത്രം യോഗ്യനായ ആൾ ആരാണ് എന്ന് അന്വേഷിച്ചപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖ സഹാബിവരന്മാരുടെ നാവിൽ വന്ന ആദ്യത്തെ പേര് തന്നെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക ശാബ്ബുൻ ആഖിലുൻ ലാ നത്തഹിമുക, നീ ഒരു ചെറുപ്പക്കാരനാണ്, നീ ബുദ്ധിമാനാണ്, ലാ നത്തഹിമുക, നിന്നെ ഞങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കുന്നില്ല. നബിനോടൊപ്പം മാത്രമുള്ള ജീവിതമല്ലേ, അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ യാതൊരു തെറ്റിദ്ധാരണയില്ല, അതുകൊണ്ട് ഈ ജോലി നീ ഏറ്റെടുക്കണം എന്ന് പറയേ. മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പക്ഷേ അതൊന്ന് ഒഴിഞ്ഞു മാറി ഒരുപാട് ശ്രമിച്ചു നോക്കി, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ചു. ഒരു പർവ്വതം എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞാൽ അതായിരിക്കും എനിക്ക് ഇതിനേക്കാൾ എളുപ്പം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത്രമാത്രം. പിന്നെ അദ്ദേഹം അത് ഏറ്റെടുത്തു. കാരണം അത് ചെയ്യാതെ പോയാൽ ഖുർആൻ സമൂഹത്തിന് നഷ്ടപ്പെടുമെന്ന ഒരു സാഹചര്യം വന്നു. അത് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ അദ്ദേഹം പള്ളിയിലും ഇടവഴിയിലും ഒക്കെ ഇരുന്ന് ഖുർആനെ പറ്റി കേട്ടവരും അറിഞ്ഞവരുമായ ആൾക്കാരത്തൊക്കെ പോയി കണ്ടെത്തി അതിന്റെ ക്രമം, സൂറത്തുകള്, ആയത്തുകള്, ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തി മുസ്ഹഫുൽ ഇമാം എന്ന് പറയുന്ന ആദ്യത്തെ മുസ്ഹഫ് ഉണ്ടാക്കി. ആദ്യത്തെ മുസ്ഹഫ് ഉണ്ടായതോടുകൂടിയാണ് നമുക്ക് ഖുർആൻ കിട്ടിയത്. അല്ലെങ്കിൽ ഒരു തലമുറ, ആ മനപ്പാടമുണ്ടായിരുന്ന തലമുറ കഴിയുന്നതോടുകൂടെ ഓട്ടോമാറ്റിക്കലി ഖുർആൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വരും. ഇതിൽ നിന്ന് നമ്മെ രക്ഷിച്ചത് ജമുൽ ഖുർആനാണ്. മാത്രമല്ല അതിന് നേതൃത്വം നൽകിയത് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു എന്നാണ് അതിന്റെ നേതൃത്വം നൽകിയത്. ഓക്കെ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലമായപ്പോഴേക്ക് മറ്റൊരു പ്രശ്നം വന്നു. എന്താ പ്രശ്നം? ഇസ്ലാം ഒരുപാട് സ്ഥലങ്ങളിലെത്തി. ഇതുവരെ ഉണ്ടായിരുന്നത് അറബി പ്രദേശങ്ങളിലായിരുന്നു, ഇപ്പൊ അനറബി പ്രദേശങ്ങളിലെത്തി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ റഷ്യയുടെ ഏകദേശം എല്ലാ പ്രവിശ്യകളിലും ഇസ്ലാം എത്തി എന്നാ പറയുന്നത്. അവിടുത്തെ ആൾക്കാർക്ക് ഖുർആൻ കിട്ടിയപ്പോൾ അവരൊക്കെ ഓതുന്നതിന്റെ ശൈലി മാറാൻ തുടങ്ങി. അറബികളല്ല, അതുകൊണ്ട് അവരുടെ അയിനൊന്നും വേണ്ട പോലെ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ. മാത്രമല്ല ഖുർആന്റെ ശൈലിയൊക്കെ അങ്ങനെ പേക്കുക. ഈ ശൈലിയൊക്കെ പേക്കുന്ന ഈ സാഹചര്യം ആദ്യമായി കണ്ട ആള് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം റഷ്യൻ റിപ്പബ്ലിക്കുകളിൽ ഒരു സ്ഥലത്ത് സൈനിക സേവനത്തിന് പോയതായിരുന്നു. അവിടെ വെച്ച് ഒരു ജമാഅത്തിന് കൂടി. ആ ഇമാമ ഓതിന് കേട്ടിട്ട് അദ്ദേഹം ആകെ അന്തം വിട്ടു. അദ്ദേഹം നേരെ തിരിച്ചു വണ്ടി ഇങ്ങോട്ട് തന്നെ വിട്ടു, മദീനത്തേക്ക്. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഹഖന്നാസ്, പെട്ടെന്ന് ഇടപെടണം, അല്ലെങ്കിൽ ഖുർആൻ ആകെ വിചിത്രമായ ഖുർആനായിരിക്കും ലോകത്ത്, അറബ് ലോകത്തിന്റെ പുറത്തേക്ക് എത്തുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഖുർആനില്ല, മുസാഫില്ല, അതാ പ്രശ്നം. ആ ഒരു മുസാഫല്ലേ ഉള്ളൂ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു, പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് ഒരു പിൻഗാമിയെ കണ്ടെത്തുന്നതിന് മുമ്പാ.
അതായത് അദ്ദേഹം വളരെ സാരമായ കുത്തേറ്റ് ഇപ്പൊ മരണത്തോട് മല്ലിട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പുതിയ വേറെ ഖലീഫ, ഇനി ഇന്നാളായിക്കോട്ടെ ഖലീഫ എന്ന് തെരഞ്ഞെടുക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ളത് ഒരു വിഷയം. രണ്ടാമത്തേത്, ഒരാളെ പറയാൻ കഴിയുമായിരുന്നില്ല. ആരെയും പറയാൻ കഴിയില്ല. മുഖത്തേക്ക് നോക്കുമ്പോഴേ, അടുത്ത ഖലീഫയാവാൻ യോഗ്യരായ ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആരെയും പേര് പറയാൻ കഴിയുന്നില്ല. ഒന്നാരാ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉള്ള ഒരു സമൂഹത്തിൽ പിന്നെ വേറൊരാളെ ഖലീഫയാക്കാൻ പറ്റുമോ എന്നാ ജനങ്ങൾ ചിന്തിക്കുന്നത്. 2 ഉസ്മാൻ ബിൻ അഫ്ഫാൻ, 3 അലി ബിൻ അബി ത്വാലിബ്, സഅദ് ബിൻ അബി വഖാസ്, ഇങ്ങനെ അശറത്തുൽ മുബശ്ശറത്തിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാരിൽപ്പെട്ട ഏറ്റവും വലിയ സഹാബിമാരാണ്. 6 ആൾക്കാർ ഒരേപോലെ തലയെടുപ്പോടെ നിൽക്കുന്നത്. 6 ആൾക്കും ഖലീഫയാവാം. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു, ബുദ്ധിമാനായ ഉമർ റളിയല്ലാഹു അൻഹു, ഇനിയിപ്പോ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇനിയിപ്പോ ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോകേണ്ടതിട്ട് മരിക്കണീന്റെ തൊട്ട് മുമ്പ് പറഞ്ഞു, നിങ്ങൾ ഈ 6 ആൾക്കാർ കൂടിയിട്ട് നിങ്ങളിൽ ഒരാളെ ഖലീഫയാക്കിക്കൊള്ളു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിരിഞ്ഞത്. അങ്ങനെയാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം. അപ്പോ മരിക്കുന്ന സമയത്ത് ഖലീഫ അല്ല, അവിടെ ഈ മുസാഫ ആരത്ത് കൊടുക്കുന്നില്ലതൊരു വലിയ പ്രശ്നമായി. അപ്പൊ പിന്നെ മകളെടുത്ത് കൊടുത്തു. മകള് മുസ്ലിം സമൂഹത്തിന്റെ ഉമ്മയാണല്ലോ ഹഫ്സ ബീവി. അപ്പൊ മകളെടുത്ത് കൊടുത്തു. അങ്ങനെയാണ് മകളെടുത്ത്. അപ്പൊ ആ ഒരു മുസാഫിൽ ഇമ്മ എന്ന് പറഞ്ഞാൽ ഒറ്റ മുസാഫ് മാത്രമേ ഉള്ളൂ. അതിപ്പോ മദീനയിലാണ് ഉള്ളത്, ഹഫ്സ ബീവിന്റെ കയ്യിലാണ് ഉള്ളത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തപ്പോൾ ഹഫ്സാന്റെ അടുത്ത് പോയിട്ട് അവർ മേടിച്ചോണ്ടിരുന്ന് പറഞ്ഞില്ല. കാരണം എന്താ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെയും ഉമ്മയാണ്. ഉമ്മാന്റെ കയ്യിൽ ഇരിക്കുന്നവർ ഇരുന്നോട്ടെ എഴുതിയിട്ടാണ്. ആ ഒരു ബഹുമാനാണ്. അപ്പം ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിന്റെ ഒരു പരിഹാരം നിലക്ക് നിലവിലുള്ള മുസാഫുൽ ഇമാമിന്റെ കോപ്പികൾ ഉണ്ടാക്കുക. 6 കോപ്പികളാണ് അന്ന് ഉണ്ടാക്കിയെന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. 6 കോപ്പികൾ ഉണ്ടാക്കാൻ കൽപ്പന നൽകി. ഹഫ്സ ബീവിന്റെ വീട്ടിൽ നിന്ന് മുസാഫ് വരുത്തി, എന്നിട്ട് എഴുത്തുകാരായ ആൾക്കാരെ ഏൽപ്പിച്ചു. അപ്പോ പുതിയ പ്രശ്നം, ആരാ എഴുതുക? ആ ചോദ്യത്തിന് പക്ഷെ വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുമായിരുന്നു. മൻ അക്തബുൻ നാസ്, ഖലീഫ ചോദിച്ചു, ഏറ്റവും നന്നായി എഴുതാൻ അറിയുന്ന ആളാരാണ് ചോദിച്ചു. അത് റസൂലുള്ളാഹിന്റെ എഴുത്തുകാരൻ തന്നെ, സെയ്ദ് ബിൻ സാബിത്ത്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചു. ഫഅയ്യുൻ നാസി അറബു, അറബി ഭാഷയുമായിട്ടുള്ള ബന്ധം ഏറ്റവും കൂടുതലുള്ള ആളാണ്. അത് സഈദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അംർ ബിൻ ആസിന്റെ സഹോദരൻ. അദ്ദേഹത്തിന്റെ ഭാഷ എന്താ അറിയോ? അദ്ദേഹത്തിന്റെ ഭാഷയും നബിയുടെ ഭാഷയും ഒരേപോലെയാണ്. ഭാഷ അറബിയാണ്, പക്ഷെ സ്ലാങ്ങുകൾ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ അല്ലേ, അതെല്ലാം ഒരേപോലെയായിരുന്നു. അതുകൊണ്ട് ഖലീഫ ഓർഡർ നൽകി, ഫൽയുംലി സഈദ് വൽയക്തുബ് സെയ്ദ്, സഈദ് പറഞ്ഞു കൊടുത്ത് സെയ്ദ് എഴുതട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിണ്ടാക്കി. ഒരുപാട് ശ്രമകരമായ സംഭവമായിരുന്നു ഇത്. ഒരു കൊല്ലൊക്കെ ഏതായാലും പിടിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരു കൊല്ലം ഏതായാലും പിടിച്ചിട്ടുണ്ടാവും. ഒരു കോപ്പി കൊണ്ടുപോകാൻ 40 ഒട്ടകങ്ങൾ വേണ്ടി വന്നിരുന്നു എന്നാണ് ചരിത്രം. അപ്പൊ തീരുമെന്നില്ല സംശയമാണല്ലേ? ആ തോലാണ് എഴുതുന്നത്, കടലാസാണ് തോലിലാണല്ലോ എഴുതുന്നത്. തോല് ഉണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബലല്ലേ. അപ്പൊ നമ്മളിപ്പോ ഒരു ഇത്ര കട്ടിക്കുള്ളിൽ ഒരു 10 കടലാസൊക്കെ ഉള്ള കൊള്ളുക, നമുക്ക് ആലോചിച്ചതിനറിയാവുന്ന ഒരു കണക്കാണ്. മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അതുകൊണ്ട് തന്നെ നബിയോടുള്ള അടുപ്പം, ഖുർആനുമായുള്ള അടുപ്പം, അതുകൊണ്ട് എല്ലാവരും വല്ലാതെ ബഹുമാനിച്ചിരുന്നു എന്നാണ്. വാഹനം കയറാൻ പോകുന്ന സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കടിഞ്ഞാണിങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ട് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നിൽക്കുകയായിരുന്നു. അത് കണ്ട് സെയ്ദ് ബിൻ സാബിത്ത് തരിച്ചെന്ന് പോയി. നിങ്ങൾ എനിക്ക് വാഹനം പിടിച്ചു തരേ? നിങ്ങൾ ഈ ഹിബ്രു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതനാണല്ലോ, നിങ്ങൾ അങ്ങനെ ചെയ്യേ? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഉലമാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുകയുണ്ടായി. അത്രയും വലിയ സ്ഥാനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് മദീനയിൽ നിന്ന് ഖലീഫ പുറത്തു പോകുന്ന സമയത്തെല്ലാം മദീനയിലെ ഭരണ പ്രതിനിധിയായി തെരഞ്ഞെടുക്കാറുള്ളത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ ആയിരുന്നു എന്നാണ്. ചരിത്ര പ്രസിദ്ധമായ യർമൂക്ക് യുദ്ധത്തിൽ ഗനീമത്തുകൾ ഓഹരി വെക്കാനുള്ള ഉത്തരവാദിത്തം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയത്. മാത്രമല്ല
6 ഫത്വ കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തും ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും മതപരമായ ഒരു സംശയം വന്നാൽ ഈ 6 ആൾക്കാർ പറയുന്നതാണ് അന്തിമ വിധി. അതിൽ ഒരാൾ മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഉമർ റളിയല്ലാഹു ഉണ്ടായിരുന്നു, അലി റളിയല്ലാഹു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു ഉണ്ടായിരുന്നു, ഉബൈർ റളിയല്ലാഹു തആല, അബൂ മൂസ, സെയ്ദ് ബിൻ സാബിത്ത്, ഈ 6 ആളായിരുന്നു അവർ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവോ അല്ലെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവോ ഒരു മതവിധിയുടെ കാര്യത്തിലോ പ്രത്യേകിച്ചും അനന്തരാവകാശത്തിന്റെ കാര്യത്തിലോ സെയ്ദ് ബിൻ സാബിത്തിന്റെ അഭിപ്രായത്തിനേക്കാൾ മറ്റാരുടെയും അഭിപ്രായത്തെ പരിഗണിക്കുക തന്നെ ഉണ്ടായിരുന്നില്ല. അത്രയും വലിയ അംഗീകാരം ഉണ്ടായിരുന്ന സഹാബിയായിരുന്നു മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഗലബ സെയ്ദ് ബിൻ സാബിത്ത് അന്നാസ്, ഗലബ സെയ്ദ് ബിൻ സാബിത്ത് അന്നാസ്. സെയ്ദ് ബിൻ സാബിത്ത് ജനങ്ങളെ പരാജയപ്പെടുത്തിയത് ബി ഖസ്ലതൈനി, 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ടും, വ ബിൽ വൽ ഫറാഇൽ, രണ്ടാമത്തെ അനന്തരാവകാശ നിയമം കൊണ്ടും. അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു സഹാബിയായിരുന്നു അദ്ദേഹം. ഹിജ്റ 45-ൽ മുആവിയ ബിൻ അബൂ സുഫിയാന്റെ കാലഘട്ടത്തിലായിരുന്നു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം. അപ്പോ ജനങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കാണാൻ വരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ചെറിയ രൂപത്തിലുള്ള ജീവചരിത്രം നമ്മൾ പറയുകയുണ്ടായത്. ആ വന്ന ആൾക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഹദ്ദിസ്നാ അഹാദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ പറ്റിയുള്ള കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? കാരണം വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ താബീയങ്ങളാണ്, അവരൊന്നും നബിയെ കണ്ടിട്ടില്ല. നബിനെ പറ്റി കേൾക്കാനും നബിനെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ അവർക്ക് വലിയ താല്പര്യത്തോടെ വന്നിരിക്കുകയാണ്. അതിന് ഏറ്റവും പറ്റിയ ആൾ നബിന്റെ ഒരു നിഴലായി ജീവിച്ച സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, മാദാ ഉഹദ്ദിസുക്കും, ഞാൻ എന്ത് പറയാനാ? കുന്തു ജാറഹു, ഞാൻ നബിയുടെ അയൽവാസിയായിരുന്നു. കാരണം വഹി വരുമ്പോ അപ്പ വിളിച്ചാൽ കിട്ടണമല്ലോ, അതുകൊണ്ട് ഞാൻ നബിയുടെ അയൽവാസിയായിട്ടാണ് ജീവിച്ചിരുന്നത്. ഫകാന ഇദാ നസല അലൈഹിൽ വഹ്യു, നബി വഹി ഇറങ്ങിയാൽ, നബിക്ക് വഹി ഇറങ്ങിയാൽ ബഅസ ഇലയ്യ, എന്റെ അടുത്തേക്ക് ആരെങ്കിലും പറഞ്ഞേക്കും. ഫകതബതു ലഹു, ഞാൻ നബിക്ക് വേണ്ടി അത് എഴുതി കൊടുക്കുമായിരുന്നു. ഫകുന്നാ ഇദാ ദകർന ദുനിയ, ഞങ്ങൾ ദുനിയാവിനെ സംബന്ധിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ ദകറഹാ മഅന, നബി ഞങ്ങളോട് അതിനെ പറയും. വൈദാ ദകർനൽ ആഖിറത, ഞങ്ങൾ ആഖിറത്തിനെ പറ്റിയുള്ള സംസാരം ആരംഭിച്ചാൽ ദകറഹാ മഅന, നബി അത് ഞങ്ങളോടൊപ്പം പറയും. വൈദാ ദകർന തആം, ഭക്ഷണത്തെ പറ്റിയും സദ്യകളെ പറ്റിയൊക്കെ ഞങ്ങൾ പറയാൻ പുറപ്പെട്ടാൽ ദകറഹു മഅന, നബിയും അതിനെപ്പറ്റി പറയും. ഫകാന ഇദാ ഫകാന ഫകുല്ലു ഹാദാ ഉഹദ്ദിസുകും അൻ റസൂലില്ലാ, ഇതെല്ലാമാണ് എനിക്ക് നബിയെ പറ്റി നിങ്ങളോട് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളിപ്പോ പള്ളിക്കത്തെ ഉസ്താദിനോട് പറയാ മസ്തറിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യം, മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ നാട്ടിലെ കാര്യം, അല്ലെങ്കിൽ സംഘടനാ കാര്യത്തിലേ ഉള്ളൂ. വേറെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് മൗലിയരെ പറ്റി പറയുമ്പോൾ, കാരണം എന്താ, മൗലിയര് അതിന്റെ ആളല്ല എന്നുള്ളൊരു തോന്നലാണ്. നമ്മളൊരു മാഷോട് സംസാരിക്കുമ്പോൾ അയാളുടെ ഒരു റേഞ്ചിലുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ. അയാളൊരു പക്ഷെ ഇങ്ങോട്ടും അങ്ങനെ തന്നെ കാര്യം. നേരെ മറിച്ച് എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള അഭിപ്രായമുള്ള അതുപോലൊക്കെ അങ്ങനെ ചില പർട്ടിക്കുലർ കാര്യത്തെ സംബന്ധിച്ച് മാത്രം സംസാരിക്കുന്നത്, ആ വിഷയത്തിൽ അവർക്ക് അവഗാഹമുണ്ട്, മറ്റു വിഷയത്തെ പറ്റി അവർക്ക് അത്ര തിരിവില്ല. അതുകൊണ്ട് ഒരു സംസാരിക്കണമില്ല, ഓരോട് നമ്മൾ ചോദിക്കണമില്ല, നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കണമില്ല, അല്ലെ? അതേസമയം ചില മനുഷ്യന്മാരുണ്ട്, അവർക്ക് ഒരു ദൈവികമായ നിറവുണ്ടാവും. ആ നിറവ് എന്താണെന്നറിയോ? അവർക്ക് എന്തിനെ പറ്റും മാന്യമായി കമന്റ് ചെയ്യാൻ കഴിയും. എന്തിനെ പറ്റി നമ്മൾ മതപരമായി സംസാരിക്കാൻ തുടങ്ങിയാൽ മതപരമായി നമുക്ക് ഇങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് പറഞ്ഞു പോകാം. അതേസമയം രാഷ്ട്രീയം പറയാൻ തുടങ്ങിയാൽ രാഷ്ട്രീയത്തെ പറ്റിയും പറയാം, ബിസിനസിനെ പറ്റി പറയാൻ പുറപ്പെട്ടാൽ ബിസിനസിനെ പറ്റി പറയാം. അങ്ങനെ എല്ലാ വിഷയത്തെ സംബന്ധിച്ചും പറയാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു സിദ്ധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സിദ്ധി ഉണ്ടായിരുന്നു. മാത്രമല്ല മനുഷ്യന്റെ ഒരു മനസ്സിന്റെ വികാസമാണ് എല്ലാറ്റിനെ പറ്റിയും പറയാൻ കഴിയുന്ന ഒരാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. ദുനിയാവിനെ പറ്റി പറയുമ്പോൾ നബി നമ്മളോട് ഇങ്ങനെ പറയും, അല്ലാതെ എന്താ ബലു ദുനിയാവിന്റെ ആൾക്കാരാണല്ലോ, ബലു പറയണത് എന്താന്ന് ഞാൻ കേൾക്കട്ടെ എന്ന് രീതിയിൽ ഇങ്ങനെ കേട്ടിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്.
നബി അതിന്റെ കാര്യങ്ങൾ, അതിന്റെ പൾസുകൾ ഓരോന്നും പറയും. അപ്പൊ നമുക്ക് തോന്നും ഈ നബി എന്ത് നബിയാ, ഇതൊരു ദുനിയാവിന്റെ നബിയാണ്. ആഖിറത്തെ പറ്റി പറയാൻ തുടങ്ങിയാൽ നബി ആയിരിക്കും ഏറ്റവും വലിയ വാചാലൻ. അപ്പൊ നമുക്ക് തോന്നും ഈ നബി ആഖിറത്തിന്റെ മാത്രം നബിയാണ്. ഭക്ഷണത്തെ പറ്റി പറയാൻ തുടങ്ങിയാൽ ഭക്ഷണത്തെ പറ്റി മാത്രം പറയും. ഇവിടെ എന്താ ഭക്ഷണം മാത്രം പറയാൻ കാരണം എന്നറിയാം, അത് ഭക്ഷണത്തെ പറ്റിയല്ല. വസ്ത്രത്തെ പറ്റി പറയാൻ പറഞ്ഞാൽ വസ്ത്രത്തെ പറ്റിയും പറയും. ദുനിയാവ് ആഖിറം എന്നീ രണ്ട് കോൺസെപ്റ്റുകൾക്ക് അപ്പുറത്തുള്ള ഭൗതിക കോൺസെപ്റ്റുകളിൽ ഒന്നിനെ ഉദാഹരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വെറും ഭക്ഷണത്തെ പറ്റി പറയാനുള്ള ഒരു തീറ്റപ്രിയനായിരുന്ന ഒരാളായതുകൊണ്ട് ഒരുപാട് വെറൈറ്റി ഭക്ഷണങ്ങളെ സംബന്ധിച്ചൊക്കെ പറയാൻ കഴിയുന്ന ആള് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. മറിച്ച് ഭൗതിക കാര്യമാണെങ്കിലും ആത്മീയ കാര്യമാണെങ്കിലും ഏതു കാര്യമാണെങ്കിലും തനിക്ക് തന്റേതായ അഭിപ്രായങ്ങളുള്ള ആളായിരുന്നു, തന്റേതായ കാഴ്ചപ്പാടുകളുള്ള ആളായിരുന്നു. ആ കാഴ്ചപ്പാടുകൾ പറയുന്നതിൽ നബിക്ക് യാതൊരു, ഇവിടെ സ്വഭാവമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്, അത് പറയുന്നതിൽ നബിക്ക് യാതൊരു പ്രയാസവുമില്ല. ഞാനിപ്പോ രാഷ്ട്രീയം പറയണത് എങ്ങനെ, ഞാൻ ഇപ്പൊ എന്നിങ്ങനെ എല്ലാ ആഴ്ചയും നിങ്ങൾ ക്ലാസ് എടുക്കണല്ലേ, അപ്പൊ ഇനിയിപ്പോ ഇവരോട് ഞാൻ രാഷ്ട്രീയം പറയണത് എങ്ങനെ എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും എന്താണ്, നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക അതിർത്തി നമ്മൾ ഉണ്ടാക്കുകയാണ്. എന്ത്, ഓനെ എനിക്ക് മതത്തിന്റെ കാര്യത്തിൽ മാത്രം മതി, രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഓനെ ഞാൻ ഒത്തുപോകില്ല, എന്റെ പാർട്ടിനോട് ഓനെ ചിലപ്പോൾ ചോദിച്ചോളന്നില്ല, അങ്ങനത്തെ ഒരു ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമുക്കൊരു വികാസം ഉണ്ട് എങ്കിൽ എങ്ങനെ അറിയോ, ആരോടും സംസാരിക്കാം. നിങ്ങളെ കേരള കോൺഗ്രസിന്റെ വർത്താനം എന്താ, അങ്ങനെയാണല്ലേ എങ്ങനെയാണല്ലേ എല്ലാരെ പറ്റിയും വർത്താനം പറയാലോ. അപ്പൊ ഞാൻ കോൺഗ്രസ്സുകാരനോ കേരള കോൺഗ്രസ്സുകാരനോ ആണോ അല്ലേ, അതൊന്നും അതുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. അപ്പൊ ഏത് വിഷയത്തെ സംബന്ധിച്ചും അതേസമയം ഇവിടെ ഒരു പ്രയോഗം വളരെ ശ്രദ്ധിക്കാനുണ്ട്. വൈദാ ദക്കർന, ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഒരു സദസ്സിൽ ഇരുന്ന്, വർത്തമാനത്തിന് വേണ്ടിയുള്ള ഒരു സദസ്സിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ വർത്തമാനം ആരംഭിച്ചാൽ, അവിടുത്തെ വർത്തമാനം ദുനിയാവാണെങ്കിൽ നബി അതിന്റെ ഒപ്പം ഉണ്ടാവും, അവിടുത്തെ വർത്തമാനം ആഖിറമാണെങ്കിൽ നബിയും അതിന്റെ ഒപ്പം ഉണ്ടാവും, ഭക്ഷണത്തെ പറ്റിയാണെങ്കിൽ അതും ഉണ്ടാവും, രാഷ്ട്രീയമാണെങ്കിൽ അതും ഉണ്ടാവും എന്നാ പറയുന്നത്. അല്ലാതെ ഒരുത്തൻ ഇങ്ങനെ പോവുകയാണ്, ഓനെ പിടിച്ചു നിർത്തിയാണ്, ഇതൊക്കെ എന്തൊക്കെ വർത്താനം, എന്താ ഇന്ന് വാർത്ത ഉണ്ടോ, അങ്ങനെ നമ്മളെ അടിച്ചു കയറി തുടങ്ങുക, അങ്ങനെ നമ്മൾ ഒരുപാട് വർത്താനം പറയാം. അങ്ങനത്തെ ഒരു ടോക്കറ്റീവ് ആയിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മറിച്ച് ഞങ്ങളൊരു സംസാരത്തിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ, സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ ആ സംസാരത്തിൽ ഓലപ്പോ ഞാൻ ദുനിയാവ് പറയാം, ഞാൻ ഇപ്പൊ വേറെ ബിസിനസ് നടത്തുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോ ആ കാര്യങ്ങളൊന്നും ബലോട് പറയാൻ പറ്റില്ല, ബലങ്ങാനും കോപ്പി അടിച്ചാലോ, അങ്ങനത്തെ ഭയങ്ങളും പേടികളൊന്നും ഇല്ലാതെ എല്ലാ വിഷയത്തെ സംബന്ധിച്ചും പറയാൻ കഴിയുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പോ ഇത് സൂചിപ്പിക്കുന്ന നബിയുടെ സ്വഭാവത്തെ പറ്റി ഈ ഹദീസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താണ്, നബി എല്ലാവരിലേക്കും ഇറങ്ങാൻ കഴിയുന്ന കരീഹൽ മുർസലത്തി എന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും. എങ്ങനെ, ഇങ്ങനെ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ. കാറ്റ് അങ്ങനെയാണ്, അതിനാരും സംഭവം വേണ്ട, അതങ്ങനെ കിട്ടിയ ഗ്യാപ്പിലൂടെ ഒക്കെ കയറിയാണ് പോകും. അങ്ങനെയായി എല്ലാവരിലേക്കും ഇറങ്ങാൻ കഴിയുന്ന ഒരാളായിരുന്നു തങ്ങൾ. അതെ, അതുകൊണ്ടാണ് ഇല്ലാതെ കർണാന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം അവിടെയാണുള്ളത്. ശ്രോതാക്കളെ വെറുപ്പിക്കാൻ പാടില്ല. അവർക്ക് അത് നബിന്റെ സംസാരത്തെ പറ്റി നേരത്തെ പഠിച്ചല്ലോ. വളരെ വ്യക്തമായ വർത്തമാനമായിരുന്നു, വളരെ കാര്യക്ഷമമായ പവർഫുള്ളായ വർത്താനമായിരുന്നു. ഈ പവർഫുള്ളായ വർത്താനം നല്ല വർത്താനമുണ്ട്. നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ കുറെ പറഞ്ഞതിന് പകരം പോയിന്റ് ഏതാണോ അതാണ് പറഞ്ഞാൽ മാത്രം മതി, അത്രേ ആവശ്യമുള്ളൂ. ഒരുപാട് വർത്താനം പറയുമ്പോ പിന്നെ നമുക്ക് തന്നെ അത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ അനുഭവം പറയുകയാണ്. രണ്ടാമത്തെ ഹദീസ് അൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ബിലു ബിവജ്ഹിഹി വഹദീഥിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മുഖം കൊണ്ട് തിരിയുമായിരുന്നു, തന്റെ വർത്തമാനം കൊണ്ടും തിരിയുമായിരുന്നു. അലാ അശറിൽ ഖൗം, ഖൗമിൽ വെച്ച് ഏറ്റവും ഷർറായ ആൾക്ക് നേരെ പോലും. ചില ആൾക്കാരുണ്ടാവും ഭയങ്കര കടിച്ചാപ്പറച്ചുകളായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. എന്ത് പറഞ്ഞാലും നമ്മളെന്ത് പറഞ്ഞാലും ഇങ്ങോട്ടൊരു ഇടങ്കോലിടും. അങ്ങനെ ഒരു മോശപ്പെട്ട സ്വഭാവക്കാരനായാണ്. ഓനെ വിട്, ഓനോട് എന്ത് വർത്തമാനം, അങ്ങനത്തെ ആ നിലപാട് നമുക്കുണ്ടായിരുന്നില്ല. ഏറ്റവും എഴുതി തള്ളപ്പെട്ട ആളാണെങ്കിൽ പോലും അവനോടും വിശ്വാസമാത്രങ്ങൾ തിരിഞ്ഞു നിന്നുകൊണ്ട് അവനെ പരിഗണിച്ചുകൊണ്ട്, തിരിഞ്ഞു നിന്നുകൊണ്ട് എന്ന് പറയുമ്പോ പരിഗണിച്ചുകൊണ്ടല്ല, എങ്ങനെ പറഞ്ഞാണ്ട്
ആയിക്കോട്ടെ മെയ്ദിനാജി എന്തേലും ചെയ്തോളി അങ്ങനെ പറയുന്നതല്ല. എന്നുവെച്ചാൽ മെയ്ദിനാജിനോട് മുഖത്ത് നോക്കിയാണ് മെയ്ദിനാജിനോട് പറയാം. അപ്പോഴാണ് നിങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള വർത്തമാനം, ബഹുമാനത്തോടുള്ള വർത്തമാനം. അപ്പൊ നമ്മൾ ചിലപ്പോ നമ്മള് ബോസിന്റെ മുമ്പില് മുദീറിന്റെ മുമ്പിലൊക്കെ ഒന്നാണ്ട് നമ്മൾ അങ്ങോട്ടോ നോക്കി വർത്താൻ പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി പറയുന്നു പറയില്ലേ, അവരുടെ ഒരു ബഹുമാനത്തിൽ അല്ലാതെ വന്നാൽ അത് ഇസ്തിഹ്താറാണ്, അത് പരിഹാസമാണ്, അല്ലെങ്കിൽ അതൊരു ആളെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും അങ്ങനെ അല്ലഫഹും ബിദാലിക, അതുകൊണ്ട് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇണക്കുമായിരുന്നു. അങ്ങനെ പിണങ്ങി നിൽക്കുന്ന ആളാണെങ്കിൽ അവരോട് വർത്തമാനം പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച് നബി ഇണക്കുമായിരുന്നു. നബിന്റെ സ്വഭാവത്തിന്റെ ഒരു ഇതാണ്. പോകാച്ച പോട്ടെ ഇനി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അങ്ങനത്തെ നിലപാട് നമ്മൾ എടുക്കാറുണ്ട്. അതൊരിക്കലും ശരിയല്ല എന്ന് നമ്മൾ ശ്രമങ്ങൾ നമ്മൾ നടത്തണം. പിന്നെ നമ്മള് ശ്രമങ്ങൾ വിജയിക്കാതെ വരുമ്പോൾ പിന്നെ ആള് ജാഹിലാണെന്ന് വന്നത് ഓനെ തൊട്ട് നമ്മൾ തിരിഞ്ഞാണ് വായരുതാണ് ജാഹിൽ. നേരെ മറിച്ച് ആദ്യം തന്നെ മറ്റവനോട് നാളൊരു വർത്തമാനം ഉണ്ടായിരുന്നു, അപ്പൊ ഇനി ഓനോട് നമ്മൾ വർത്തമാനം പറയാൻ പോണ്ട, നമ്മളുമായിട്ട് വർത്തമാനമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ഒരാളെയും എഴുതി തള്ളാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും സംസാരിക്കുമായിരുന്നു, എല്ലാവരെയും ഇണക്കുമായിരുന്നു എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല പറയുകയാണ്. ഹത്താ വനന്തു അന്നി ഫകാന ബിവജ്ഹിഹി ഫകാന യഖ്ബലു ബിവജ്ഹിഹി വഹദീഥി. അങ്ങനെ നബി എല്ലാവരോടും ഇങ്ങനെ നബി അവരിലേക്ക് തിരിയുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. അപ്പം നബി എന്റെ നേരെ എപ്പോഴും ഇങ്ങനെ തിരിയുമായിരുന്നു. എന്നെ കാണുമ്പോഴൊക്കെ തിരിഞ്ഞു നാട് എന്തൊക്കെ അമ്പർ വർത്താനം എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ വലിയ വർത്താനം. അപ്പോ ഹത്താ വനന്തു, എനിക്കെന്നെ തോന്നിപ്പോയി, അന്നി ഖൈറുൽ ഖൗമി, ഞാൻ ഖൗമിലെ ഖൈറായ ആളാണ്. നബി എപ്പോഴും എന്റെ നേരെ തിരിഞ്ഞ് എന്നോട് വർത്താനം പറയും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആദ്യം ഒന്ന് പരിചയപ്പെടാൻ നമുക്ക്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മക്കക്കാരനാണ്. അദ്ദേഹം വളരെ പ്രമുഖനായ സഹാബിയാണ്, വളരെ പ്രശസ്തനായ സഹാബിയാണ്. ആദ്യകാലത്ത് മക്കയിലെ ഒരു നേതാവായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളുമായി ബന്ധമുള്ള ആളായിരുന്നു. അബിസീനിയയിലേക്ക് ഹിജ്റ പോയ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഗൂഢാലോചനക്കൊക്കെ പോയ ആള് അംർ ഇബ്നുൽ ആസ് ആയിരുന്നു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അംർ ഇബ്നുൽ ആസ് അബിസീനിയയിലെ നജാഷി രാജാവിന്റെ ഒരു സ്വന്തക്കാരനായിരുന്നു, ഒരു സുഹൃത്തായിരുന്നു. ആ സൗഹൃദ ബന്ധം വെച്ചുകൊണ്ടാണ് പിന്നെ സഹാബിമാരെ ശല്യപ്പെടുത്താൻ അംർ ഇബ്നുൽ ആസ് തീരുമാനിച്ചതും അങ്ങനെ ചെയ്യുകയുണ്ടായതും. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്, അത് നേരത്തെ, വളരെ നേരത്തെ, അദ്ദേഹം ബനു സഹ്മ് കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാണ്. അത് ദാഹിയത്തുൻ മിൻ ദുഹാത്തിൽ അറബ്, അറേബ്യയിലെ വലിയ കാര്യപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്നു മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. സ്വന്തമായ അഭിപ്രായം, സ്വന്തമായ ചിന്തകൾ, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. മാത്രമല്ല വഫാരിസം മിൻ ഫുർസാൻ, അവിടുത്തെ ഒരു വലിയ പടയാളിയുമായിരുന്നു അദ്ദേഹം. അതുകൊണ്ടൊക്കെ തന്നെയാണ് അബിസീനിയയിലേക്ക് ഖുറൈശികൾ അവരുടെ പ്രതിനിധിയായി അദ്ദേഹത്തെ അയച്ചത്. പക്ഷെ എങ്കിലും അംർ ഇബ്നുൽ ആസ് ഇസ്ലാമിലേക്ക് വരാൻ കുറെ വൈകി. ഹിജ്റ 8-ാം വർഷത്തിലാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. അതായത് ഉംറത്തുൽ ഖളാ നടക്കുന്ന ആ വർഷത്തിൽ. ഉംറത്തുൽ ഖളാ അല്ല, പിന്നെ ഉംറത്തുൽ ഖളാ കഴിഞ്ഞതിന് ശേഷം. ഉംറത്തുൽ ഖളാ ശരിക്കും ഹിജ്റ 7-ാം വർഷത്തിലാണ് നടക്കുന്നത്. 6-ാം വർഷം ഹുദൈബിയ സന്ധി, 7-ാം വർഷം ഉംറത്തുൽ ഖളാ, 8-ാം വർഷം മക്ക വിജയം. അപ്പോ ഈ 8-ാം വർഷത്തിന്റെ ആദ്യത്തിലാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും അംർ ഇബ്നുൽ ആസും ഒക്കെ ഒന്നിച്ചാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. ഓലൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് ആരെങ്കിലും പറഞ്ഞിട്ടല്ല. ഓലൊരിക്കൽ ഇങ്ങനെ ആലോചിച്ച് നോക്കി, എന്താ നമ്മൾ 5-8 കൊല്ലായി നമ്മൾ ഇയാളെ പിന്നാലെ നടക്കുന്നത്, ഇതേവരെ ഒരടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ബദറിൽ നമ്മൾ ഇത്രയും വലിയ സൈന്യം ഉണ്ടായിട്ട് നമുക്ക് ജയിച്ചാൻ കഴിഞ്ഞില്ല. ഉഹദിൽ നമ്മളൊന്ന് കരുതി ഇറങ്ങിയിട്ടും വിജയം നമ്മുടെ കൈവെള്ളയിൽ എത്തിയിട്ടും നമുക്ക് ആ വിജയം ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. അഹ്സാബിൽ 10,000 ആൾക്കാരായിട്ട് പോയിട്ടും ഇവര് 2,000-3,000 ആൾക്കാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. 6-ാമത്തെ വർഷത്തില് നമ്മൾ അവരെ തടഞ്ഞിട്ടും 7-ാം വർഷം ഓല് കൂളായിട്ട് മക്കയിലേക്ക് വന്ന് ഉംറ ചെയ്ത് തിരിച്ചുപോയി. നമ്മൾ പരാജയപ്പെട്ടില്ലേ, അവർ വിജയിക്കുക. അവർ വിജയിച്ചത് ഓല് പറയുന്നത് ശരിയാണ്, അതുകൊണ്ടാണ് വിജയിക്കുന്നത്. അങ്ങനെ അവർ ചിന്തിക്കുകയും അങ്ങനെ നേരെ മദീനയിലേക്ക് വെച്ച് പിടിക്കുകയുമായിരുന്നു. വേറെ ഒരു ഇതാണ്. അവരൊക്കെ സാഹിബ് ഫിക്രിൻ വറഈൻ എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു.
പരിശുദ്ധ ഇസ്ലാമിൽ മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു വന്നതോടുകൂടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ വലിയ പരിഗണനകൾ നൽകി. ദാത്തുസ് സലാസിൽ എന്ന് പറയുന്ന ഒരു എക്സ്പെഡിഷൻ ഉണ്ടായിരുന്നു, ഒരു സൈനിക ദൗത്യശ്രമം ഉണ്ടായിരുന്നു. അതിന്റെ നേതാവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ 8-ാം വർഷത്തിൽ മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ നിയോഗിക്കുകയുണ്ടായി. വളരെ നല്ലൊരു സഹാബിയായിരുന്നു, വലിയ ഈമാനുള്ള സഹാബിയായിരുന്നു, എന്തിനും ധൈര്യമുള്ള ആളായിരുന്നു, അള്ളാഹുവിനോടും റസൂലിനോടും വലിയ കൂറും അതുപോലെ തന്നെ എല്ലാം ഉണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലങ്കയ്യായി നബിയുടെ ജീവിതകാലത്ത് മുഴുവനും അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി വഫാത്തായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം ആയപ്പോൾ അദ്ദേഹത്തെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുർത്തദ്ദുകൾക്കെതിരെയുള്ള 4 പ്രധാന സൈന്യങ്ങളിൽ ഒരു സൈന്യത്തിന്റെ കമാൻഡറായി നിയോഗിക്കുകയുണ്ടായി. അതിനൊക്കെ പറ്റിയ ആളായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹമാണ് പിന്നെ ഷാം നാടുകൾ വിജയിപ്പിച്ചെടുത്തത്. ഷാം നാടുകൾ വിജയിപ്പിച്ചെടുത്തു എന്ന് മാത്രമല്ല അവസാനം ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിച്ചു. അതൊക്കെ വലിയ ചരിത്രത്തിലെ വലിയ അധ്യായങ്ങളാണ്. ഹിജ്റ 17-ാം വർഷത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ ഏറ്റുവാങ്ങുകയുണ്ടായി അന്നത്തെ ക്രൈസ്തവ പാതിരിമാരുടെ കയ്യിൽ നിന്ന്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അംർ ഇബ്നു ആസ് ഒരു സ്വകാര്യം പറഞ്ഞു. ഉമർ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈജിപ്തിലൊന്ന് നമുക്കൊന്ന് കൈവച്ച് നോക്കിയാലോ? ഈജിപ്ത് എന്ന് പറയുന്നത് അതിന് ശരിക്കും പറയാ മിസ്രികൾ മാത്രമല്ല, എല്ലാവരും പറയാ ഉമ്മുദ്ദുനിയ എന്നാണ്, ദുനിയാവിന്റെ മാതാവാണെന്ന് പറയാ. അത് ഏറ്റവും ആൻഷ്യന്റ് ആയ കൾച്ചർ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ കൾച്ചറാണ്. അതുകൊണ്ട് മനുഷ്യ സംസ്കാരത്തിന്റെ തറവാട്, ഈറ്റില്ലം, പോറ്റില്ലം എന്നൊക്കെ ഈജിപ്തിനെ പറ്റിയാണ് പറയാറുള്ളത്. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രങ്ങളിൽ ഏറ്റവും വലുത് ഒരുപക്ഷെ ഗ്രീക്ക് സംസ്കാരത്തെക്കാൾ പഴയത്. ഗ്രീക്കിനാണ് മുൻതൂക്കം. അതെന്താ കാരണം വെച്ചാൽ അവര് അരിസ്റ്റോട്ടിൽ ഉണ്ടായതുകൊണ്ട് അവരൊക്കെ എഴുതി വെച്ചപ്പോ അതൊക്കെ രേഖയായി. ഇവിടുത്തെ ആൾക്കാരല്ല, ഓർക്ക് രേഖയൊന്നും ഉണ്ടായിരുന്നില്ല. ഓല് കുറെ കല്ലും മണ്ണും മറ്റും വിഗ്രഹങ്ങളും ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി. അതൊക്കെ നമുക്കിപ്പോ വായിച്ചെടുത്തപ്പോ നമുക്ക് മനസ്സിലായത് ഗ്രീക്ക് എന്ന് പറയുന്ന ഗ്രീക്ക് യുനാനി സംസ്കാരത്തെക്കാൾ വലുതായിരുന്നു ഈജിപ്ഷ്യൻ എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അപ്പം മാത്രമല്ല നമ്മള് പിന്നെ ഈജിപ്ത് പിടിച്ച് അടക്കിയാൽ അത് മുസ്ലിമീങ്ങൾക്ക് വലിയ ഒരു ശക്തിയായി തീരും എന്ന് പറഞ്ഞു. മാത്രമല്ല റോമാണല്ലോ ഏറ്റവും വലിയ ശത്രു. പേർഷ്യനെ പരാജയപ്പെടുത്തും. ഈ സമയപ്പോഴേക്ക് പേർഷ്യ എന്ന് പറയുന്ന സാമ്രാജ്യം ഇല്ലാതെയായി. പിന്നെ റോമാണുള്ളത്. റോം കോൺസ്റ്റാന്റിനോപ്പിളാണ്, കുറച്ച് അപ്പുറത്താണുള്ളത്, അവിടേക്ക് എത്തനേ ഉള്ളൂ. അപ്പൊ റോമിനെ തടുക്കാൻ നമുക്കൊരു പൊളിറ്റിക്കൽ പവർ, ഒരു ശക്തി നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈജിപ്ത് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതിന് സമ്മതം കൊടുത്തു എന്ന് മാത്രമല്ല, മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മനോഹരമായ കിരീടം ഏതാണെന്ന് ചോദിച്ചാൽ ഫാത്തിഹു മിസ്ർ മോചിപ്പിച്ച ആൾ എന്ന സ്ഥാനമാണ്. മിസ്ർ മോചിപ്പിച്ച അദ്ദേഹമായിരുന്നു. വലിയ ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അവിടെ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം ഉണ്ടാക്കിയ പള്ളി ഇപ്പോഴും ഈജിപ്തിലുണ്ട്, ജാമിഅ അംർ ഇബ്നു ആസ് എന്ന് പറയുന്ന പള്ളി. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലം കഴിഞ്ഞതോടുകൂടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ സ്വാധീനിച്ച് ആൾക്കാർക്ക് പറഞ്ഞു അംർ ഇബ്നു ആസ് ഇപ്പിടിയാണ് അയാൾ പോരാ എന്ന് പറഞ്ഞു, അയാളെ മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോ ഖലീഫ എന്ത് പറഞ്ഞു? എന്നാ മാറ്റാ എന്ന് പറഞ്ഞു. അത്രയും സാധുവായ ഒരാളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ അംർ ഇബ്നു ആസിനെ ഈജിപ്തിന്റെ ഗവർണർ സ്ഥാനത്ത് മാറ്റിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബൂ സർജിനെ വെച്ചു. അബ്ദുല്ലാഹി ഇബ്നു അബൂ സർജ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വകീല അളാപ്പാന്റെ മകനാണ്. അതിനാണ് അവിടുത്തെ വലിയ പ്രശ്നം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അംർ ഇബ്നു ആസ് തിരിച്ചു പോന്നു. പിന്നെ അദ്ദേഹം മക്കയിലാണ് ജീവിച്ചതെന്നാണ് പറയാ, പൊതുവെ ചരിത്രം പറയാ. എന്തായിരുന്നാലും ചരിത്രം എങ്ങനെ പരിശോധിച്ചു നോക്കിയാലും ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവുമായിട്ട് പിന്നെ ഒരു നല്ല ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദാരുണമായ മരണം സംഭവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ഭരണം ഏറ്റെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അലി റളിയല്ലാഹു അൻഹുവും മുആവിയയും തമ്മിൽ ചില കശപിശകളൊക്കെ ഉണ്ടായി.
സിഫീൻ യുദ്ധം എന്ന് പറയുന്നതായി. ഈ സമയത്ത് ബുദ്ധിമാനായ അംർ ബിൻ ആസ് രണ്ട് കയ്യിലും വെച്ച് രണ്ടാളെയും തൂക്കി നോക്കി. അലിന്റെ ഒപ്പം നിൽക്കണോ മുആവിയന്റെ ഒപ്പം നിൽക്കണോ? മുആവിയ ഭയങ്കര ആഢ്യനായ ഭരണാധികാരിയാണ്. ഡമാസ്കസ് എന്ന് പറയുന്ന രാജ്യത്ത്, സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് മുആവിയയെ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അത്രയും വലിയ നീതിമാനായ ഭരണാധികാരിയായിരുന്നു മുആവിയ. മുആവിയന്റെ കയ്യിൽ ഒരു അക്ഷരത്തെറ്റേ പറ്റി സംഭവിച്ചിട്ടുള്ളൂ. മകനെ പിൻഗാമിയാക്കി എന്നുള്ള ഒരു കുഴപ്പം. പിന്നെ നേരത്തെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. അതൊക്കെ ഇപ്പൊ എല്ലാവരും ചെയ്ത് തന്നെയാണ്. അക്കാലത്ത് എല്ലാവരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന പാരമ്പര്യം തന്നെയല്ലേ. പക്ഷെ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല മനസ്സിലായി, അലിനൊപ്പം നിൽക്കണേക്കാൾ സേഫാണ് മുആവിയയുടെ ഒപ്പം നിൽക്കല്. അതുകൊണ്ട് മുആവിയയുടെ ഒപ്പമാണ് നിന്നത്. മുആവിയയുടെ ഒപ്പം നിന്നു എന്ന് മാത്രമല്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹും മുആവിയയും തമ്മിൽ സുഫീനിൽ വെച്ച് ഏറ്റുമുട്ടി. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. രണ്ടു ഭാഗത്തും സഹാബിമാർ മരിച്ചു വീണു. പ്രശ്നം തന്റെ കൺട്രോളിൽ നിന്ന് പോകുകയാണെന്ന് കണ്ടപ്പോൾ അംർ ബിൻ ആസിന്റെ ബുദ്ധിയാണ് അവിടെ പ്രവർത്തിച്ചത്. അദ്ദേഹമാണ് കുന്തത്തിൽ മുസാഫ് കെട്ടി ഉയർത്തിപ്പിടിച്ചത്. അതായത് യുദ്ധം നിർത്തുക, ഖുർആൻ പറയുന്നതനുസരിച്ച് നമുക്ക് തീരുമാനത്തിലെത്താം എന്ന തീരുമാനം. അങ്ങനെയാണ് തീരുമാനിച്ചത്. പിന്നെ മുആവിയയുടെ ഭാഗത്തിൽ നിന്ന് അംർ ബിൻ ആസും അലി റളിയല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അബൂ മൂസ അശ്അരിയും മാധ്യസ്ഥന്മാരായി വന്നു. പിന്നെ അതിൽ രണ്ടിൽ ഒരാള് അറിയാതെ ചതിച്ചു എന്നൊക്കെയാണ് ചരിത്രം. ആ ചരിത്രം നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും വളരെ പ്രസിദ്ധരായ സഹാബിമാരാണ്. ഏതായിരുന്നാലും മഹാനായ മുആവിയ ബിൻ അബൂ സുഫിയാന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ആമുൽ ജമാഅയിൽ ഭരണാധികാരിയായി തീർന്നതോടുകൂടെ അംർ ബിൻ ആസ് വീണ്ടും ഈജിപ്തിലെ ഗവർണറായി, മുആവിയയുടെ ഗവർണറായി. അങ്ങനെ വളരെയേറെ ശ്രേഷ്ഠതയുള്ള ഒരു സഹാബിയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താണെന്ന് അറിയാമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് പരിശോധിച്ച് നോക്കാം. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്ലമന്നാസ്, ജനങ്ങളൊക്കെ മുസ്ലിങ്ങളായി. വആമന അംർ ബിനുൽ ആസ്, അംർ ബിൻ ആസ് മുഅ്മിനായി. എന്താ വർത്താനം? ഭയങ്കര വർത്താനല്ലേ? നബിയാണ് പറയുന്നത്. ജനങ്ങളൊക്കെ മുസ്ലിമീങ്ങളായി, അംർ ബിൻ ആസ് മുഅ്മിനായി. മുബാലഗത്തിന് വേണ്ടി പറയുന്നതാണ്. അദ്ദേഹത്തിന് അല്ലെ വേറെ ആരും മുഅ്മിനീങ്ങളില്ല എന്നായിരുന്നു അതിനർത്ഥം. വഫാത്തിന്റെ സമയം വരെയും പിന്നെ അദ്ദേഹമായിരുന്നു ഈജിപ്തിലെ ഗവർണർ. അദ്ദേഹം മരണത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം വല്ലാതെ ഏങ്ങി കരയാൻ തുടങ്ങിയതാണ്. മകൻ വന്നുകൊണ്ട് ചോദിച്ചു, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് ചോദിച്ചു, എന്തിനാണ് നബി എന്തെല്ലാമാണ് അങ്ങേ പുകഴ്ത്തിയിരിക്കുന്നത്, ഇസ്ലാമിന് വേണ്ടി എന്തെല്ലാമാണ് അങ്ങ് ചെയ്തിരിക്കുന്നത്, പിന്നെ എന്തിനാ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, മകനെ, എനിക്ക് 3 അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ അവസ്ഥയിൽ ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വൈരാഗ്യം കാത്തു സൂക്ഷിച്ചിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അങ്ങനെ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് ഞാൻ എത്തി, മുസ്ലിമായ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ, മുസ്ലിം ആകാൻ വേണ്ടി ഞാൻ മദീനത്ത് വന്നപ്പോൾ ഞാൻ നബിന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, നബിയെ, എനിക്കൊരു കണ്ടീഷൻ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. നബി ചോദിച്ചു, എന്തിനാ കണ്ടീഷൻ ചെയ്യണത്? മുസ്ലിം ആകാന്ന് പറഞ്ഞാൽ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞാൽ, പുതിയ കുട്ടി ജനിക്കുകയാണല്ലോ മുസ്ലിം ആകാതെ, പിന്നെ ഇനി എന്താ നിങ്ങൾക്ക് കണ്ടീഷൻ? അപ്പൊ പറഞ്ഞു, എനിക്ക് എന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പുറത്തു കിട്ടണം എന്നുള്ളതാണ് എന്റെ ആവശ്യം എന്ന് പറയുകയുണ്ട്. അപ്പൊ നബി പറഞ്ഞു, അതിൽ നിങ്ങൾ ഒരിക്കലും തന്നെ വിഷമിക്കേണ്ടതില്ല. ഇസ്ലാം, ഹിജ്റ, ഹജ്ജ്, ഇതെല്ലാം മുൻകാല പാപങ്ങളെ മുഴുവൻ മായ്ച്ചു കളയുന്നതാണ്. അപ്പൊ അതോടുകൂടി ഞാൻ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വന്നു. ആദ്യത്തെ ഘട്ടത്തിൽ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ എന്റെ ശത്രു മുഹമ്മദ് നബിയായിരുന്നു. നബിയിലൂടെ ഈ വർത്തമാനം കേട്ട് ഞാൻ ഇസ്ലാമിൽ എത്തിയപ്പോൾ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ നബിയായി. രണ്ടാമത്തെ അവസ്ഥ. മൂന്നാമത്തെ അവസ്ഥ എന്നറിയാം, തുമ്മ ഉല്ലീന കസീറൻ. പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയുണ്ടായി. അവിടെ ഗവർണറായി, ഇവിടുത്തെ ഖാദിയായി, അവിടുത്തെ അതായി ഇതായി, അല്ലേ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ഇതിലൊക്കെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല പറയുകയുണ്ടായി. ഹിജ്റ 43 തന്റെ 90ാമത്തെ വയസ്സിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ മരണപ്പെട്ടു. ആ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തിന് നബിയോടുള്ള ഒരു ഇഷ്ടം, നബിയോടുള്ള ഒരു സ്നേഹം, അതാണ് കാണിക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഏത് ശർറായ ആളോടും മുഖം തിരിഞ്ഞ് മുഖം തിരിഞ്ഞ നേരെ ചെന്ന് മുഖം കാണിച്ച് വർത്തമാനം പറഞ്ഞ് അവരിങ്ങോട്ട് ഇണക്കും. നബി എന്നോടും അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. എന്നെ കാണുമ്പോ എന്റെ മുഖത്ത് നോക്കി നിന്ന് വർത്തമാനം പറഞ്ഞു വലിയൊരു ബഹുമാനത്തോടെ ആദരവോടെ തന്നെ പറയാം. അപ്പൊ എനിക്കെന്നെ തോന്നി നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ഞാൻ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നബി എനിക്ക് ഇത്രമാത്രം പരിഗണന തരുന്നത്. അപ്പൊ അംർ ബിൻ ആസിന്റെ ആഗ്രഹം വർദ്ധിക്കാൻ കേട്ടോ. ആഗ്രഹം വർദ്ധിച്ചപ്പോൾ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു നബിയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അന ഖൈറുൻ അന ഖൈറുൻ, ഞാനാണോ ഖൈറ്, അല്ല അബൂബക്കറാണോ ഖൈറ്? വല്ലാത്ത ആഗ്രഹമായി പോയില്ലേ. നബി തുറന്നു പറഞ്ഞു അബൂബക്കറാണെന്ന് പറഞ്ഞു. അപ്പൊ വലിയ വിഷമമൊന്നും ഉണ്ടായില്ല. കാരണം യോഗ്യനാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു. പറഞ്ഞാല് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു വരെ തലകുലുക്കി സമ്മതിച്ചതാണ്. അതായത് നന്മന്റെ ഒരു സ്ഥലത്ത്, അതായത് ഒന്നാമൻ എന്ന് പറയുന്ന ആള് അത്ര ശ്രേഷ്ഠതയിൽ ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഈ സമുദായത്തിലെ എല്ലാ അർത്ഥത്തിലുള്ള ഒന്നാമൻ അബൂബക്കർ ബിൻ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ജീവിതം അതാണ്. അതിനു വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. ഷൈബ് അബൂ താലിബില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബവും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദിവസങ്ങളിൽ അവസാനം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. എന്താ അറിയോ? ആര് തടയാനുണ്ടെങ്കിൽ തടഞ്ഞോട്ടെ, ഞാൻ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബങ്ങൾക്കും ഭക്ഷണം കൊണ്ടേ കൊടുക്കും, ആർക്ക് ധൈര്യം ഉണ്ടെങ്കിലും തടയാം എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കഴുതന്റെ പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കയറ്റിക്കാണ്ട് അദ്ദേഹം പോവാ. എന്നിട്ട് ഷൈബ് അബൂ താലിബിലാണ് നബിയും കുടുംബമൊക്കെ. ഉപരോധല്ലേ, ആരും തടഞ്ഞില്ല, ഉമറാണ്, ആർക്കും ധൈര്യമില്ല. ഇങ്ങനെ പോയി ഷൈബ് അബൂ താലിബിനെ അവിടേക്ക് എത്തേണ്ട അവസാന വളവെത്തിയപ്പോണ്ട് ഒരാൾ മുമ്പിൽ പോയി. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഖത്ത് നോക്കി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നന്മയുടെ ഒരു വഴിയിലും എന്നെ വിജയിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലല്ലേ? ഹിജ്റ പോകുമ്പോ എന്തൊരു വെപ്രാളത്തിലേക്കാരം അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഹിജ്റ പോണ നടത്തത്തിന്റെ രംഗം ചരിത്രങ്ങൾ പറയുന്നത്. കുറച്ചു നേരം എന്താണ് മുമ്പക്ക് പോകും, പിന്നെ കുറച്ചു നേരം പിന്നിക്ക് പോകും, പിന്നെ കുറച്ചു നേരം വലത്തോക്ക്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിക്കാണ്. അങ്ങനത്തെ ആ ഉദ്വേഗം നിറഞ്ഞ സമയമുണ്ടല്ലോ, ആ സമയത്ത് വീട്ടിലാകെ ഉണ്ടായിരുന്ന പൈസ എടുത്ത് മൂപ്പര് പോക്കറ്റ് തിരികെ. ഭാര്യയും മക്കളും കുട്ടികളൊക്കെ അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ചെറിയ മോൾ ആയിഷ വരെയുള്ള കുട്ടികൾ അവിടെ ഉണ്ട്. പിതാവ് അബൂ ഖുഹാഫ ഉണ്ട് അവിടെ, വയസ്സായി കണ്ണ് കാണാതെയായ അബൂ ഖുഹാഫ. അവർക്കൊന്നും വെക്കാതെ മടിയിൽ തിരികെ പോന്നു. എന്താണെന്നറിയോ? ഇത് വൈക്കുന്ന എന്തെങ്കിലും വഴിവാണിഭം നടത്താൻ വേണ്ടിയിട്ടല്ല പോണത്. ചാൻസ് കിട്ടിയ ചാടി വീഴേണ്ട സ്ഥലത്ത് പണം കൊണ്ടേക്കാണ് ചിലപ്പോൾ ചാടി വീഴേണ്ടത്, അല്ലേ? നല്ലൊരു മുഹൂർത്തം വരുമ്പോ ആ മുഹൂർത്തത്തിൽ ചിലപ്പോൾ പണത്തിനേക്കാളും പ്രാധാന്യം. അവിടെ നമ്മളെ പോക്കറ്റിൽ കാശുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അവിടെ നമ്മള് വളരെ മുത്തക്കയായതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടന്നോളുന്നില്ല, അല്ലേ? അങ്ങനെ ഉദ്ദേശമാണ്. അവിടെ എത്തി, മദീനയിലെത്തി, കുബായിലെത്തി, അവിടെ പള്ളി ഉണ്ടാക്കിയപ്പോ അവിടെ പൈസന്റെ ആവശ്യമില്ല. കാരണം എന്താ? അത് അവിടുത്തെ ഒരു കൊപ്രക്കളാണ്. കൊപ്രക്കളം എന്നൊക്കെ പറയും നമ്മുടെ ഈത്തപ്പഴം ഉണക്കാനുള്ള ഒരു ആള്. അതിന്റെ ചുറ്റുഭാഗത്ത് 4 കാല് കൊടുത്താണ് ഉണ്ടാക്കിയൊരു പള്ളിയാണ് മസ്ജിദ് ഖുബാ. ശ്രേഷ്ഠമായ പള്ളിയാണ്, പക്ഷെ പള്ളി അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ പണിയാണ് വേണ്ടത്. അതുകൊണ്ട് ഉമർ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജോലിക്കൊക്കെ കൂടിയൊക്കെ ചെയ്തു. മദീനയിലെത്തി, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസ്ഥാനം ഉയരാൻ പോകുന്നത്. ഈ ലോകത്തെ 2ാമത്തെ ഹറം ഉയരാൻ പോവുകയാണ് അവിടെ. നബിയുടെ പള്ളി, നബിയുടെ കോടതി, നബിയുടെ പാഠശാല, നബിയുടെ വീട്, എല്ലാം. നബിന്റെ മട്ടും പോക്കും പാവമൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലായി. അപ്പം പല ആൾക്കാരും പറഞ്ഞു, സ്ഥലം ഞാൻ തരാം, പള്ളി ഉണ്ടാക്കാൻ സ്ഥലം ഞാൻ തരാം. പക്ഷെ ആര് വന്ന് ഓഫർ ചെയ്താലും നബി അത് ശ്രദ്ധിക്കുന്നില്ല. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നോട്ട് ചെയ്തു. ഒട്ടകം മുറ്റുകുത്തിയ സ്ഥലത്തുള്ള ആ സ്ഥലം ആരുതാണെന്ന് ചോദിച്ചു. അത് 2 അനാഥ കുട്ടികളതാണ്.
അപ്പോ അനാഥ കുട്ടികൾക്ക് വെറുതെ കൊടുക്കാനുള്ള അതോറിറ്റി ഇല്ല. കുട്ടികളാണ്, കുട്ടികൾക്ക് വെറുതെ കൊടുക്കാൻ പാടില്ല. കുട്ടികൾ വെറുതെ കൊടുക്കാൻ പാടില്ല. ഞാൻ ഇത് എനിക്ക് തരികയാണെന്ന് പറയാൻ ആ ആള് മെച്ചോർഡ് അയാൾക്ക് പറയാൻ പറ്റുള്ളൂ. അയാൾക്ക് നിയമപരമായി പറഞ്ഞു. കുട്ടികൾ ചിലപ്പോൾ തമാശക്ക് അതും ഇതൊക്കെ പറയും. അതിനൊക്കെ പാടെ നമ്മൾ സാധനങ്ങൾ കൊടുക്കാനും പൊടിക്കാനും പുറപ്പെട്ടാൽ അവസാനം ഒരു തല ഉണ്ടാവില്ല. അനാഥ കുട്ടികളുമാണ്. അപ്പൊ ഇത് വെറുതെ മേടിക്കാനും പറ്റൂല. ഉണ്ടോ? അവർ സാഹചര്യം വരികയാണ്. ആ സാഹചര്യങ്ങൾ മനോഹരമായി ഉണ്ടാകുമ്പോൾ അവിടേക്ക് ആദ്യമായി ചാടി വീണ നാണയം അബൂബക്കർ ബിൻ അബൂ ഖുഹാഫയുടേതാണ്. മസ്ജിദുൻ നബവി നിൽക്കുന്ന പള്ളി നിൽക്കുന്ന ആ സ്ഥലം വില കൊടുത്തു വാങ്ങിയ ആൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനൊന്നായിരുന്നു, നേരത്തെ കച്ചവടക്കാരനായിരുന്നു. പിന്നെ അതൊക്കെ പൊളിഞ്ഞില്ല. പിന്നെ പൊളിയല്ല, കച്ചവടം ചെയ്യണില്ല, പിന്നെ പൈസ ഉണ്ടാവില്ലല്ലോ. നമ്മള് എതിർത്തിട്ടില്ലല്ലോ. പള്ളി ഉണ്ടാക്കിയ സ്ഥലം മേടിച്ചതല്ലേ. പള്ളി ഉണ്ടാക്കിയ സ്ഥലം ആരുടെയായിരുന്നു? ബനൂ നജ്ജാർ കുടുംബക്കാരായ 2 ഓർഫൻസിൻ്റെതായിരുന്നു അല്ലെ. അത് നബി വാങ്ങിയതാണോ വെറുതെ കിട്ടിയതാണോ? വില കൊടുത്ത് വാങ്ങിയത്. ഏത് ചരിത്രം കൊടുത്തു അല്ലല്ല, അത് നബി താമസിക്കുന്ന സ്ഥലമാണ്. നബിക്കുള്ള മൻസിൽ, നബിക്ക് താമസിക്കാനുള്ള സ്ഥലം തിരഞ്ഞെടുത്താണ്. അംർ ബിൻ ആസ് രണ്ടാമത് ചോദിച്ചു, അന ഖൈറുൻ ഔ ഉമർ, ഞാനാ ഉമറാ വലുത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ നിഷ്കളങ്കമായിട്ട് ഉമറാണ് വലുത്. നോക്കിയിട്ട് ഒരാള് ഞാൻ വലുതാവണം, ഞാൻ വലുതാണെന്ന് കേൾക്കണമെന്ന് താല്പര്യത്തോടെ ചോദിക്കുമ്പോ നബി അംർ ബിൻ ആസിനെ പോലെ ഒരാളെ എങ്ങനെ തെറ്റിക്കുക എന്ന് എഴുതിയിട്ട് തൽക്കാലം അതിപ്പോ നമ്മൾ ചർച്ച ചെയ്യണ്ട, നമുക്ക് പറയാം എല്ലാരും വലുത് തന്നെ, അങ്ങനെയൊന്നും പറയണില്ല. കാരണം എന്താ? സാക്ഷാൽ വലുത് ഏതാണോ ആരാണോ അത് ഏത് സാഹചര്യത്തിലും പറയാനുള്ള വലുപ്പമുള്ളതാണ്. അംർ ബിൻ ആസ് വിട്ടില്ല. അംർ ബിൻ ആസ് ചോദിച്ചു, അന ഖൈറുൻ ഔ ഉസ്മാനു ഖൈറുൻ, ഞാനാണോ ഉസ്മാനാണോ ഖൈർ? നബി പറഞ്ഞു ഉസ്മാൻ. സുബ്ഹാനല്ലാഹ്. ഫലമ്മാ സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് ഞാൻ ചോദിച്ചപ്പോൾ ഫസദ്ദഖനി, നബി എന്നോട് സത്യ പറഞ്ഞത്. സത്യത്തിൽ ഖൈർ, ഇതിനേക്കാൾ ഖൈറാണ് ഈ പറഞ്ഞ 3 ആളും. ഉറപ്പന്നല്ലേ? അല്ലെ? നമ്മൾ ആലോചിച്ചോക്കി. ഇതില് അംർ ബിൻ ആസിന്റെ അഭിപ്രായ വ്യത്യാസമല്ല. ഫലവദിത്തു അന്നീ ലം അകുൻ സഅൽതുഹു, ഞാൻ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. വെറുതെ ചോദിച്ചെന്തിനായി ചോദിച്ചാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു എപ്പോഴും അങ്ങനെയാണ്. നബിന്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു താല്പര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറ്റേ ഹദീസിൽ ബുഖാരി മുസ്ലിം വായിച്ച മറ്റേ ഹദീസ് കാണാൻ കഴിയും. നബിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണെന്ന് ചോദിച്ചു. മൂപ്പര് പ്രതീക്ഷിക്കുന്നത് തന്നോടാണെന്ന് പറയുന്ന എഴുതിയിട്ടാണ്. ഇല്ലെങ്കിലും 2ാമത്തെയും 3ാമത്തെയൊക്കെ ചാൻസ് ഉണ്ടാവുമല്ലോ, അതിലേലും ഞാൻ പെടുന്ന എഴുതിയിട്ടാണ്. അപ്പൊ നബി പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയോടാണ്. അപ്പൊ അംർ ബിൻ ആസ് അല്ല ആണുങ്ങളെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. അപ്പോ പറഞ്ഞു അബൂഹ, ആയിഷയുടെ ഉപ്പ അബൂബക്കറാണ് എന്ന് പറയുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഷ്കളങ്കതയാണ് ഈ പറയുന്നത്. ഉള്ളതുപോലെ എല്ലാ സാഹചര്യങ്ങളും പറയാൻ കഴിയുക എന്നുള്ളത് സൽ സ്വഭാവിയായ ഒരാളുടെ അടയാളമാണ്. ഇവിടെ വേണമെങ്കിൽ അംർ ബിൻ ആസിന്റെ മുമ്പിൽ തൽക്കാലം അംർ ബിൻ ആസിനെ പോലുള്ള ഒരു വലിയ പ്രശസ്തനായ ഒരാളെ ഒന്ന് സോപ്പിട്ട് നിർത്താൻ വേണ്ടി താൽക്കാലികമായ ഒരു ചലമ്പിച്ച മറുപടിയെങ്കിലും കൊടുക്കാമായിരുന്നു. ഒന്നുമില്ല. ഞാനാണോ അബൂബക്കറാണോ വലുത്? അബൂബക്കർ. അല്ല, ഞാനാണോ ഉമറാണോ വലുത്? ഉമർ. ഞാനാണോ ഉസ്മാനാണോ വലുത്? ഉസ്മാൻ. ഉണ്ടോ? അത് നബിയുടെ സ്വഭാവത്തിന്റെ മഹാത്മ്യം കാണിക്കുകയാണ് എന്ന് ഈ ഹദീസ് സൂചിപ്പിക്കുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.